ഇപ്പോൾ ഇറാനെ ഇല്ലാതാക്കാൻ പോവുകയാണ് അമേരിക്ക. ഇറാനെ ഇല്ലാതായാലും അതിൻ്റെ ചരിത്രം ഇല്ലാതാവുകയില്ല. ചരിത്രത്തെ നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒന്നല്ല. അമേരിക്ക തന്നെ ഇല്ലാതാക്കിയ റെഡ് ഇന്ത്യൻസിൻ്റെ, മയോയുടെ, ഇൻക വർഗ്ഗക്കാരുടെയൊക്കെ ചരിത്രം, പൂർവ്വചരിത്രം ഒക്കെ ഉണ്ട്. ചരിത്രം അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നുമുണ്ട്. ചരിത്രത്തിൽ അത് ഒരു സ്മൃതി രേഖയായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ജീവിച്ചിടുന്നു സ്മൃതിയിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ജീവിച്ചിടുന്നു സ്മൃതിയിൽ എന്ന് മാത്രമല്ല, ജീവിച്ചിടുന്നു മൃതിയിൽ, മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്ന അങ്ങനെ സംസ്കാരങ്ങളും ജീവിക്കും. ഇറാൻ്റെ സംസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ പഴയ പേർഷ്യയാണത്. ആ പേർഷ്യ സംസ്കാരം എന്ന് പറയുന്നത് 5000-ലധികം വർഷങ്ങളോളം പഴക്കമുള്ള മഹത്തായ ഒരു സംസ്കാരമാണ്. അതായത് ഇന്ത്യയുടെ സംസ്കാരത്തോളം തന്നെ കിടപിടിക്കുന്ന ഒരു സംസ്കാരമുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്ന പ്രദേശം. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ആ ഇറാന് ഉണ്ടായിരുന്ന ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ അശോക ചക്രവർത്തിയോളം മഹത്വമുള്ള ഒരു ചക്രവർത്തി അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സിറിയസ് ചക്രവർത്തി. ഈ സിറിയസ് ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കിയ, അന്ന് അറിയപ്പെട്ടിരുന്ന ലോകം മുഴുവൻ കീഴടക്കിയ ഒരു വ്യക്തിയാണ്. അന്ന് അറിയപ്പെടുന്നിരുന്ന എന്ന് പറയുന്നത്, അന്ന് അമേരിക്ക അറിയപ്പെട്ടിരുന്നില്ല. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചിരുന്നില്ല. അതുപോലെ തന്നെ വാസ്കോഡഗാമ കാപ്പ തീരത്തേക്ക്, കോഴിക്കോട് തീരത്തേക്ക് വന്നിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിരിക്കുന്നില്ല. ഓസ്ട്രേലിയ കണ്ടുപിടിച്ചിരുന്നില്ല. ബാക്കിയുള്ള അറിയപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ, കരമാർഗം പോകാൻ കഴിയുന്ന ലോകത്തിൻ്റെ, കപ്പലിൽ കൂടി പോകാൻ കഴിയുന്ന ഏതാനും പ്രദേശത്തിൻ്റെയും ഒക്കെ അധിപനായിട്ട് ചക്രവർത്തിയായിട്ട് വാണ ആളാണ് സിറിയസ് ചക്രവർത്തി. അന്ന് ഇസ്ലാം മതം വന്നിട്ടില്ല ആ കാലഘട്ടത്തിൽ, 5000 വർഷങ്ങൾക്ക് മുമ്പല്ലേ. ചരിത്രമാണ് ഈ പറയുന്നത്. അദ്ദേഹം പക്ഷേ ആഫ്രിക്കയുടെ ഒരു ഭാഗം കൂടി കൈയടക്കി ഭരിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ഭാഗം കൂടി കൈയടക്കി ഭരിച്ചിരുന്നു. അത് ഈ അഫ്ഗാൻ ദേശമാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലം. അന്ന് അതിൻ്റെ പേര് ഗാന്ധാരദേശം എന്നാണ്. ഗാന്ധാരദേശം അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അന്ന്. അതാണല്ലോ ഇപ്പോഴും കാണ്ഡഹാർ എന്ന് പറയുന്ന ആ പ്രദേശം ഇപ്പോഴും അവിടെയുള്ളത്. അത് പ്രാദേശിക രൂപമാറ്റം വന്ന ഒരു പേരാണ്. അതിൻ്റെ യഥാർത്ഥ പേര് ഗാന്ധാരം എന്നാണ്. അത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ രാജ്യത്തെ വിസ്തൃതമാക്കിയിരുന്ന ഈ ചക്രവർത്തി പക്ഷേ ഒരു ജംഗിസ് ഖാനെ പോലെയോ അല്ലെങ്കിൽ തിമൂറിനെ പോലെയോ ക്രൂരനായിട്ടൊരു ചക്രവർത്തിയായിരുന്നു. ഈവൻ അലക്സാണ്ടറെ പോലെ പോലും, അലക്സാണ്ടറിനും യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധങ്ങളാണ് ചെയ്തിരുന്നത്. എതിരാളികളെ മനുഷ്യാവകാശങ്ങളെല്ലാം റദ്ദാക്കി. പക്ഷേ ഈ സിറിയസ് ചക്രവർത്തിയാണ് ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ ആദ്യമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെ മാനിച്ചിരുന്ന, മാനുഷിക അവകാശങ്ങളെ മാനിച്ചിരുന്ന, ഹ്യൂമൻ റൈറ്റ്സിനെ മാനിച്ചിരുന്ന ഒരു ചക്രവർത്തി. എന്ന് പറഞ്ഞാൽ മാസിഡോണിയ, അതായത് അലക്സാണ്ടർ ഭരിച്ചിരുന്ന മാസിഡോണിയ എന്ന് പറയുന്ന അന്നത്തെ ശക്തമായ രാജ്യമായിരുന്നു. ആ രാജ്യത്തെയും കീഴടക്കിയ ചക്രവർത്തിയാണ് സിറിയസ് ചക്രവർത്തി. ആ ചക്രവർത്തി പക്ഷേ താൻ യുദ്ധം ചെയ്ത് തടവിലാക്കിയിരുന്ന പട്ടാളക്കാരെ മുഴുവൻ യുദ്ധം കഴിഞ്ഞ ഉടനെ മോചിപ്പിച്ചു. യുദ്ധം കഴിഞ്ഞുകൊണ്ട് അവരുടെ ജയിലുകളിൽ നിന്ന് പറഞ്ഞു വിട്ടു. തനിക്ക് അവർ ശത്രുക്കളാകും എന്നുള്ള ഒരു വിചാരമില്ല. തന്നെ അവരെ മോചിപ്പിച്ചു, ആ മനുഷ്യത്വം കാണിച്ചു. എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തെ തുടർന്ന് നാട് വിട്ടുപോയ തൻ്റെ ശത്രുക്കളെയെല്ലാം തിരിച്ചു വിളിച്ച് അദ്ദേഹം തൻ്റെ രാജ്യത്ത് പുനരധിവസിപ്പിക്കുകയും ചെയ്തു. അതിനു മുമ്പ് ഇതുപോലൊരു ചക്രവർത്തി ആരും കണ്ടിട്ടില്ല. അതുപോലൊരു ചക്രവർത്തി ലോകത്തെങ്ങും ഉണ്ടായിട്ടില്ല. റോമൻ ചക്രവർത്തിമാർ, ഗ്രീസിലെ ചക്രവർത്തിമാരും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരൊന്നും ഇതുപോലുള്ള ദാക്ഷിണ്യങ്ങൾ അവരുടെ ശത്രുക്കളോട് കാണിച്ചിട്ടില്ല. അവരുടെ മനുഷ്യാവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തിരുന്നില്ല. ശത്രുക്കളായി കണ്ട് സംഹരിച്ചിരുന്ന ഭരണ സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം കൊണ്ടുവന്നു പേർഷ്യൻ ചക്രവർത്തിയായിട്ടുള്ള സിറിയസ് ആണ്. അദ്ദേഹത്തെ അതുകൊണ്ട് മനുഷ്യാവകാശങ്ങളുടെ ഒരു ചക്രവർത്തിയായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി ബിഗിൻസ് വിത്ത് പേർഷ്യ എന്ന് പാശ്ചാത്യ ചരിത്രകാരനല്ല, പാശ്ചാത്യനായിട്ടുള്ള ഒരു തത്വചിന്തകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പേർഷ്യയിൽ നിന്നാണെന്ന് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രവും ആരംഭിക്കുന്ന ഒരുപക്ഷെ പേർഷ്യയിൽ നിന്നാണ്. അത്ര മഹത്വമുള്ള ഒരു സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രമാണ്. ഈ ഇസ്രായേലിനോ അല്ലെങ്കിൽ US-നോ അങ്ങനെ ചരിത്രമൊന്നുമില്ല. കൊളംബസ് കണ്ടുപിടിച്ചതിൽ പിന്നെ, ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ച് കണ്ടുപിടിച്ചതിൽ പിന്നെ ഉണ്ടായിട്ടുള്ള സംസ്കാരമേ ഉള്ളൂ. ഇസ്രായേലിനാകട്ടെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും കൂടി അറബ് രാജ്യങ്ങളുടെ മധ്യത്തിൽ അവർക്ക് അനുവദിച്ച സ്ഥലത്തിൻ്റെ ആ ചരിത്രത്തിൽ തുടങ്ങുന്ന ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ. അങ്ങനെ പക്ഷേ ചരിത്രപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ പേർഷ്യ എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഇറാൻ.
എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അങ്ങനെ മഹാന്മാരായുള്ള ചക്രവർത്തിമാർ, അശോകൻ്റെ കാര്യം നമ്മൾ പറയണം. ഈ സിറിയസ് ചക്രവർത്തിയുമായിട്ട് താരതമ്യപ്പെടുത്തി. കലിംഗ യുദ്ധത്തിൽ അദ്ദേഹം ജയിച്ചു. ഒറീസയാണ് പണ്ടത്തെ കലിംഗ എന്ന് പറയുന്നത് ഇന്നത്തെ ഒറീസയുടെ ഭാഗമായിട്ട് വരുന്നു. അവിടെ കണ്ട മനുഷ്യഹത്യകൾ, ജനങ്ങൾ മരിച്ചവർ, മുറിവേറ്റവർ, നിലവിളിക്കുന്നവരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ്, ഇത്രയും പേരെ കൊല്ലാൻ വേണ്ടിയായിരുന്നോ എന്നുള്ളൊരു മനുഷ്യത്വത്തിൻ്റെ ബോധോദയം ഉണ്ടായിക്കൊണ്ട് അദ്ദേഹം ഇനിമേൽ വിജയത്തിൻ്റെ മകുടത്തിൽ നിന്നുകൊണ്ട് ഇനിമേൽ യുദ്ധം ചെയ്യുകയില്ലെന്ന് പ്രഖ്യാപനം നടത്തി ശപഥമെടുത്തു. അതേപടി പാലിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ബുദ്ധമതം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മഹേന്ദ്രനെയും സംഘമിത്രയെയും ശ്രീലങ്കയിലേക്ക് മതപ്രചാരണത്തിൽ അയക്കുകയും ചെയ്തു. ആർണോൾഡ് ടോയിൻബി, ചരിത്ര ഗവേഷകനായിട്ടുള്ള ആർണോൾഡ് ടോയിൻബി ഇത് കണ്ടിട്ട് ഹീ ഗ്ലിറ്റേഴ്സ് ലൈക്ക് എ പോൾ സ്റ്റാർ ഇൻ ദ ഫേമമെൻറ്റ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു. അതായത് ലോക ചരിത്രത്തിൻ്റെ നഭസിൽ അദ്ദേഹം ഒരു ധ്രുവ നക്ഷത്രത്തെ പോലെ എന്നെന്നും ശോഭിക്കുമെന്ന് പറഞ്ഞു. അതിനു തുല്യനായിട്ടുള്ള, അതിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചക്രവർത്തിയാണ് പേർഷ്യയിലെ ഞാൻ ഈ പറഞ്ഞ സിറിയസ്. അതിനുശേഷം അതിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന മറ്റൊരു ചക്രവർത്തിയാണ് ഡാരിയസ് എന്ന് പറയുന്ന ചക്രവർത്തി. ഡാരിയസിൻ്റെ കാലത്ത് ഈ സാമ്രാജ്യത്തിൻ്റെ വിസ്തീർണം വളരെ കൂടി വിസ്തൃതമായി തീർന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. എന്തായാലും കൊള്ളാം, മാസിഡോണിയയിലെ തന്നെ ചക്രവർത്തിയായിട്ട് വന്ന ഫിലിപ്പ് രാജാവിൻ്റെ മകനായിട്ട് പിറന്ന അലക്സാണ്ടർ ചക്രവർത്തി പിൽക്കാലത്ത് ഈ പേർഷ്യയോടുള്ള യുദ്ധത്തിൽ ഈ സിറിയസ് രാജാവിന് മനുഷ്യാവകാശത്തിൻ്റെ വക്താവായിട്ടുള്ള സിറിയസ് ചക്രവർത്തിയെ തോൽപ്പിച്ചു. പേർഷ്യയെ അങ്ങനെ തോൽപ്പിച്ച് കീഴടക്കി. അദ്ദേഹം ലോകം മുഴുവൻ ജൈത്രയാത്ര നടത്തി. ഇന്ത്യയിലും വന്നു. പക്ഷേ ഇന്ത്യയുടെ പുരൂരവസ് രാജാവിൻ്റെ ധൈര്യം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയി. കാരണം അമ്പി എന്ന് പറയുന്ന തൻ്റെ തൊട്ടടുത്ത രാജ്യം ഭരിക്കുന്ന രാജാവ് ഒറ്റുകൊടുത്തു. പുരൂരവസ് രാജാവിൻ്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്തു കൊടുത്തു. അന്നുകൊണ്ട് ഇതുപോലത്തെ ചാരന്മാർ, ഒറ്റുകാർ. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പുരൂരവസ് ചക്രവർത്തി, അദ്ദേഹം പഞ്ചാബ് ആ മേഖലയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. യുദ്ധത്തിൽ അലക്സാണ്ടർ പരാജയപ്പെട്ടു. അദ്ദേഹത്തെ തടവുകാരനായിട്ട് പിടിച്ചുകൊണ്ട് അലക്സാണ്ടറുടെ തന്നെ സൈനികന്മാർ കൊണ്ടുചെന്നു. എന്നിൽ നിന്ന് എന്താണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇതായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചോദ്യം. പെട്ടെന്ന് തലവെട്ടുകയല്ല ചെയ്തത്. അപ്പോൾ പുരൂരവസ് പറഞ്ഞ വാക്കുകളാണ് അലക്സാണ്ടറെ കീഴടക്കിയത്. അതായത്, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെയാണ് എന്നോട് പെരുമാറേണ്ടത്. അത്ഭുതപ്പെട്ടു പോയി ഈ ധൈര്യം കണ്ടിട്ട്. അപേക്ഷിക്കുകയല്ല, കുനിയുകയല്ല, നട്ടല് വളയ്ക്കുകയല്ല ചെയ്തത്. ഇങ്ങനെ ബ്രൂഡിങ് ഷോൾഡേഴ്സ് എന്നാണ് ഇന്ത്യക്കാരെ പറ്റി പറയാറുള്ളത്. ഇങ്ങനെ തോള് ഇങ്ങനെ വളച്ചു വയ്ക്കുകയല്ല ചെയ്തത്. ധൈര്യത്തോടു കൂടി, ചങ്കൂറ്റത്തോടു കൂടി, നെഞ്ചു വിരിച്ചുകൊണ്ട് ഒരു രാജാവിൻ്റെ മുമ്പിൽ ഒരു രാജാവ് നിൽക്കുന്നത് പോലെയാണ് ഞാൻ നിൽക്കുന്നത്. അതായത്, നിങ്ങൾക്ക് ഞാൻ കീഴടങ്ങിയില്ല. അത്തരത്തിലുള്ള ഒരു വീരസ്യമാണ്, അല്ലെങ്കിൽ ഒരു വീരത്വമാണ്, പോരാട്ട വീര്യമാണ് ഇറാനിലെ ഈ ജനങ്ങൾ, പഴയ പേർഷ്യയിലെ ഈ ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അവർക്ക് കുറച്ച് മനുഷ്യത്വം ഉണ്ടെന്ന് പറയണം. കാരണം അവരുടെ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് പോലെ സിവിലിയൻ മേഖലയെ കേന്ദ്രീകരിച്ചല്ല, മറിച്ച് ഗൾഫിലേക്ക് അവർ നടത്തുന്ന ആക്രമണങ്ങൾ തൽക്കാലം അമേരിക്കൻ ബേസുകൾക്ക് നേരെയാണ്. പക്ഷേ നാളെ അമേരിക്ക കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അടികൊണ്ട പാമ്പ് ക്രുദ്ധമായിട്ടുള്ള സർപ്പമായിട്ട് തീരും. മുറിവേറ്റ സിംഹം കൂടുതൽ ക്രുദ്ധനായിരിക്കുമെന്ന് പറയുന്നത് പോലെ ആഞ്ഞടിച്ചേക്കാം ഗൾഫിലേക്ക്. അതുകൊണ്ട് ആണിപ്പോൾ പറയുന്നത്, ഗൾഫിലെ ആളുകൾ ഇപ്പം തന്നെ പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു ശല്യമായിരിക്കുകയാണ്. അവർ ഒരു കുടയായിട്ട് കരുതിയ, വലിയ പണം കൊടുത്ത് വാങ്ങിച്ച ആ കുട ഇപ്പോൾ അവർക്ക് നൽകുന്നത് തണലല്ല, മറിച്ച് ചൂടാണെന്ന് അവർ പറയാൻ കാരണം ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.